മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറി തയ്യാറാക്കാം. തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് വെക്കുന്ന ഒരു ചെമ്മീൻ കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും 3 പച്ചമുളക് 4-5 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 4 പീസ് കുടംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. കുടംപുളി നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഇതൊന്നും വഴറ്റുന്നൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്നത് പോലെ തന്നെയാണ് ഞാനിത് വെക്കുന്നത്. നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് 2ആയിട്ട് കീറിയതും കറിവേപ്പിലയും കൂടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർക്കാം. മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മൾക്ക് ഈ ചെമ്മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ചെമ്മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചുള്ള മുളക് പൊടി വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ചെമ്മീനും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് 1-2 തവണ തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് എടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ചെമ്മീനിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ചെമ്മീൻ വേവിക്കാൻ വെക്കുമ്പോൾ ചെമ്മീനിൽ നിന്നുമുള്ള വെള്ളം കൂടെ ഇറങ്ങി വരും. അപ്പം വെള്ളം ചേർക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ച് വേണം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട്. ചെമ്മീനും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെമ്മീൻ എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഈ കറിയിലേക്ക് അല്പം കടുക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ കടുക് താളിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയെന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. മുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. തേങ്ങ അരച്ച് വെച്ച കറി ആയതുകൊണ്ട് ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.